ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ മുട്ടം മെട്രോ യാർഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ വളരെ ഈസിയാണ്. 16 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 12 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ചുറ്റിനും നോക്കിയാൽ കാണാം നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ലൊക്കാലിറ്റിയും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു വില്ലയുടെ ഇടയ്ക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് ഇതിന്റെ ഒരു വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമുക്കൊന്നും കൂടി എന്താണെങ്കിലും ഒന്ന് കണ്ടുപോകാം. എലിവേഷനൊക്കെ നോക്കുവാണെങ്കിൽ കാണാം നമുക്കൊരു വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൂടെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യത്തിന് മാത്രം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. നമ്മൾ ഈ ഒരു മതിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഡിസൈനിലൊക്കെ ആയിട്ട് ജാളി വർക്കുകൾ വരുന്നുണ്ട്. 2 കളർ പെയിന്റുകൾ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ നോക്കുവാണെങ്കിലും 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരു ഗേറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡ് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ലേസർ കട്ട് ഡിസൈനിലും ഡെക്കോർ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് സറൗണ്ടിങ് ഏരിയാസ്, കാർപോർച്ചിന്റെ ഏരിയാസ് എല്ലാം തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലാണ്. 2 പില്ലറുകൾ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗം, കാർപോർച്ചിന്റെ മുകൾ ഭാഗത്ത് എല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ കാർ വന്നിട്ട് ആ കാണുന്ന സ്പേസിലും നമുക്ക് ഇടാം. ഒരു കവേർഡ് പാർക്കിങ്ങും ഒരു ഓപ്പൺ പാർക്കിങ്ങും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓപ്പൺ പാർക്കിങ്ങിന്റെ ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയായിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറാണ്. സൈഡിലൊക്കെ ഭംഗിയായിട്ട് ചെടികളൊക്കെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. കിണറിന്റെ സൈഡ് നോക്കിയാലും കാണാം നല്ല രീതിയിൽ ഗ്രാസ്, ഒറിജിനൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. കിണർ കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്കുള്ള ഭാഗം വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നതാണ്. ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരാൾ 1-2 പേർക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലും ചുറ്റിനും ഒക്കെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം തന്നെ വീടിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് ചെടികളും ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും കാണാം നമുക്ക് ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള ഒരു നടപ്പാത മാത്രം സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് സൈഡിലൂടെയുള്ള ഭാഗത്ത് നോക്കിയാലും കാണാം നല്ല ലീഫി പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീടിന്റെ ആ ഒരു ബാക്ക് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഫ്ലോറിൽ നോക്കിയാൽ കാണാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ ഈ ഒരു ഏരിയ വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലാണ്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 5.5 സെന്റ് സ്ഥലത്താണ്. 5.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന ലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്ക്വയർ ഫീറ്റിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റും വീടിന്റെ ഡീറ്റെയിൽസും അകത്തുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മാർബിൾ ഹോംസ് എന്നുള്ള എന്റെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകൾ കാണുക. വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. അത് സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോസ്, നിങ്ങൾക്ക് വീടുകൾ ഇപ്പോൾ നോക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ദയവായി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഇത്ര ഡീറ്റെയിൽസ് വേണ്ട എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അത് അറിയിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഷൂറാക്കായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ചെയർ വരെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. തൊട്ടു മുകളിലായിട്ട് നല്ലൊരു ഷോലൈറ്റ് വരുന്നുണ്ട്. മെയിൻ ഡോർ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടളപ്പടിയാണ്. തേക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനുമാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ ടൈല് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഡിസൈനിലുള്ള ടൈലാണ്. അതിനകത്ത് കുറച്ച് ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലാണ് ടൈല് വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് ആണ് കാണാൻ പറ്റുന്നത്. മൾട്ടിവുഡിൽ അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ആയിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് കളറിലും ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വലിയ കുറച്ച് വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ രണ്ടെണ്ണത്തിന്റെയും ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിൽ കോൺക്രീറ്റ് കാണാത്ത രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള വർക്കുകളുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ലൈറ്റുകൾ, ഫാൻ ഫിറ്റിംഗ് എല്ലാം കൊടുത്തിട്ടാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം ഈ ഒരു TV യൂണിറ്റിന്റെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അങ്ങോട്ടും വരുന്നത്. ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 3 വലിയ ഓപ്പൺ ഷെൽഫുകൾ വുഡൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം ലൈറ്റ് ഫിറ്റിങ്ങുകളും വരുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊന്നില്ലെങ്കിൽ വെള്ളം നിറച്ചിട്ട് ഫിഷിനെ ഇടാനോ അല്ലെങ്കിൽ ആ ഗ്രീൻ ഗ്രാസ് കൊടുത്തിട്ട് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം അതിനകത്തൂടെ എല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് പോയിരിക്കുന്നത്. കുറച്ച് കളർഫുൾ പെബിൾസ് ഇട്ടാൽ പോലും വളരെ ഭംഗിയായിരിക്കും ആ ഒരു ഏരിയ കാണാനായിട്ട്. അതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു 8 പേരെ വരെ നമുക്ക് ഇവിടെ 8 പേരിൽ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. എന്താണെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഒരു 8 ആളുകളെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിന് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ റൂഫിലെ വർക്കുകളൊക്കെ വിസിബിൾ ആണ്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റിനും വരുന്ന ഏരിയകളിലൊക്കെ നോക്കിയാലും കാണാം ഒരുപാട് ലൈറ്റിന്റെ വർക്കുകളും റൂഫിംഗ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള റൂഫിംഗ് വളരെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു പോർഷൻ മാത്രം നമുക്ക് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും വലിയ ടൈപ്പ് LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ താഴെയുള്ള സ്പേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറച്ച് ഡെപ്തിലേക്ക് താഴേക്ക് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടെയാണെങ്കിൽ നമുക്ക് ഗ്രീൻ ഗ്രാസ് വിരിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ഒക്കെ ഇട്ടാൽ ആ ഒരു ഏരിയ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. ഇവിടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ നോക്കിയാൽ കാണാം ഹാൻഡ് റെയിൽസിൽ വന്നിരിക്കുന്ന സെയിം ആ ഒരു വുഡൻ ഫിനിഷ് തന്നെയാണ്. അയൺ ബാറുകളൊക്കെ കൊടുത്തിട്ട് വളരെ സേഫ് ആയിട്ടാണ് മുകളിൽ ആ ടോപ്പ് എൻഡ് വരെ ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റ് 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ആ ഒരു വുഡൻ കളറും വൈറ്റ് കളറും മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ വരുന്നുണ്ട്. അവിടെയും ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. വെള്ളമൊന്നും പുറത്തേക്ക് തെറിച്ചു വരില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ ഒരു ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയയും ക്രോക്കറി ഷെൽഫിന്റെ സ്പേസും ഒക്കെയാണ്. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ കാണാം വലിയൊരു ഏരിയയിൽ തന്നെയാണ് ക്രോക്കറി ഷെൽഫും വാഷ് ബേസിനും കൂടെ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ് വന്നിട്ട് ജാഗ്വാറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടേബിൾ ടോപ്പ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം വാൾപേപ്പർ ആണ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൂടാതെ അവിടെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ഷെൽഫും കൂടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എൻ്റെ ഒരു റൈറ്റ് സൈഡിലേക്ക് പോയാൽ കിച്ചണും ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്കൊരു ബെഡ്റൂമാണ്. നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം തന്നെ ആദ്യം കണ്ടിട്ട് വരാം. ബെഡ്റൂമിന്റെ ഒക്കെ ഡോറുകളുടെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റ് 13-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഒരു വോളിൽ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ വൈറ്റ് കളർ പെയിന്റിന്റെ കൂടെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൂടെ വരുന്ന രീതിയിലാണ് പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നമുക്ക് ആ സെയിം മെറ്റീരിയലും സെയിം കളറിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലും ആവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, ഫാൻ ഫിറ്റിംഗും കൂടെയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഫ്ലോറുകളൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ടൈലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ക്ലോസറ്റ് ഇരിക്കുന്ന ആ ഒരു ഏരിയ നോക്കിയാൽ കാണാം സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലാണ്. നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ടൈലുകളുടെ ഒക്കെ സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കംപ്ലീറ്റ് വുഡൻ ഡോറാണ് കിച്ചൺ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈല് സെയിം തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത്. കിച്ചണിന്റെ ഈ ഒരു സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ലൈറ്റ് ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി മിക്സ്ഡ് ആയ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് വെക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഏറ്റവും ടോപ്പ് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഗ്രില്ല് വെച്ചിട്ട് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് 3 ഓപ്പണിങ്സ് വരുന്നുണ്ട്. കിച്ചണിന്റെ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളറാണ് ഗ്രാനൈറ്റ് വരുന്നത്. ആ ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം എല്ലാം തന്നെ ജാഗ്വാറിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് കിച്ചണിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മളുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ടെമ്പററി ആയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിലെ റൂഫൊക്കെ നോക്കിയാൽ കാണാം കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഡിസൈൻ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും എല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു വോളായിട്ടാണ് പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു വലിയ ഷോളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. നേരെ കയറി വരുമ്പോൾ ആ കാണുന്ന വോളിൽ 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തുടങ്ങിയ റൂഫിലുള്ള വർക്കുകളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മുകളിലുള്ള ഷാൻലിയർ കുറച്ചും കൂടി അടുത്ത് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഷാൻലിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാസേജ് പോലെയുണ്ട്. അതിന്റെ സൈഡിൽ നോക്കിയാൽ കാണാം ഇതുപോലെ മൾട്ടിവുഡ് കൊണ്ട് വലിയ ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ സ്ട്രേറ്റ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വീണ്ടും ഒരു പാസേജ് പോലെയാണ് ഡോർ ഈ ഒരു വഴി അങ്ങോട്ട് പോകുന്നത്. അതുകൂടാതെ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. 3 നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള യൂണിറ്റ് നോക്കിയാൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സെയിം ഡിസൈനിലൊക്കെ തന്നെയാണ് മൾട്ടിവുഡ് കൊണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഹാളിൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോ നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് വരുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയുള്ള വർക്കുകളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് 2 ഡോറുകൾ കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം ടോട്ടലി നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റ് 13-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സെയിം തന്നെ മൾട്ടിവുഡ് ചെയ്തിരിക്കുന്ന വാർഡ്രോബ് ആണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതിനോട് കൂടെയും നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ എല്ലാം ആ ഒരു ടൈലുകളുടെ ഒക്കെ കോമ്പിനേഷൻസ് എടുത്തു പറയേണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ആ ടൈലുകളുടെ സെലക്ഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമിനകത്ത് നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു വുഡൻ ആൻഡ് ഒരു ഡാർക്ക് കളറുള്ള ഒരു ടൈലിന്റെ കോമ്പിനേഷൻ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നേരെ ഒരു ഡോറ് കാണാം. അത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോറിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഷീറ്റ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. നമ്മൾ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്നും വീണ്ടും വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ്. നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു സൈഡിലുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈനൽ ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ്സ് കാണാൻ പറ്റുന്നത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു റൂമിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വെളിച്ചം കടന്നു വരാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം അത്യാവശ്യത്തിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ താഴത്തെ ഒരു ബാത്റൂം കണ്ടതിന്റെ ആ ഒരു സെയിം ടൈല് തന്നെയാണ്. ലൈറ്റ് ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തൊക്കെ നല്ല ഭംഗിയായിട്ടൊരു ഷെൽഫ് ഫെസിലിറ്റി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂം ആണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണി കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ ബാൽക്കണിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നമുക്ക് റൂഫ് ചെയ്യാതെ ഓപ്പൺ ആയിട്ടും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. സൺലൈറ്റും മഴയൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. അതിന്റെ ആ ഒരു ഷോ വാൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന നമ്മൾ കവർ ചെയ്തിരിക്കുന്ന പോർഷന്റെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനുള്ളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഓപ്പൺ സ്പേസ് ഏകദേശം മെജോറിറ്റി വരുന്ന പോർഷൻസ് കോൺക്രീറ്റും ബാക്കി വരുന്നത് GA പൈപ്പിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും മെട്രോയിലേക്കും ഒക്കെ വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുമാണ് വീട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാതെ പോയൊരു കാര്യം, സ്വിച്ചസ് എല്ലാം ഇവിടുത്തെ ലേ ഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാം. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണർ വെള്ളവും നമുക്ക് മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ്. 5.5 സെന്റ് 5.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ നമുക്ക് സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന വില നോക്കുകയാണെങ്കിൽ 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വളരെ മനോഹരമായ വീടാണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.